കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ തനിക്കെതിരെ ഉയർന്നെങ്കിലും അതൊന്നും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDFന് വേണ്ടി വീണ്ടും ഇടുക്കിയിൽ മത്സരിക്കുന്ന ജോയ്സ് ജോർജ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തവണ സാമുദായികമായ ചില പ്രശ്നങ്ങളൊക്കെ ഡീൻ കുര്യാക്കോസിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കുറി അതൊന്നും UDFനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന ഡീൻ കുര്യാക്കോസിൻ്റെ വിശ്വാസം. ഇടുക്കി LDFിൽ നിന്നും തിരിച്ചു പിടിക്കുക, അതിന് വേണ്ടി വന്നാൽ എത്ര ശക്തനായ സ്ഥാനാർത്ഥിയെയും ഇടുക്കിയിൽ മത്സരിപ്പിക്കണം എന്ന കാര്യത്തിൽ UDFിൽ ഒരേ സ്വരമായിരുന്നു. പിന്നീടാണ് ഇടുക്കി സീറ്റിനെ ചൊല്ലി UDFിൽ ആകെ ആശയക്കുഴപ്പമായത്. ഇടുക്കി തിരിച്ചു പിടിക്കാൻ വേണ്ടി വന്നാൽ ഉമ്മൻചാണ്ടി തന്നെ അവിടെ മത്സരിച്ചേക്കുമെന്ന പ്രചരണം അങ്ങനെയാണ് ഉണ്ടായത്. രണ്ടാം സീറ്റ് വേണമെന്ന വാദവുമായി കേരള കോൺഗ്രസ് എത്തിയതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു. PJ ജോസഫിന് രണ്ടാം സീറ്റ് നൽകാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിന് പിന്നാലെ ഡീൻ കുര്യാക്കോസിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെയാണ് UDF ഒന്നുണർന്നത്. കഴിഞ്ഞ തവണ കസ്തൂരിരംഗൻ വിഷയത്തിന്റെ പേരിൽ സഭാ നേതൃത്വം ഇടഞ്ഞു നിന്നതാണ് ഡീൻ കുര്യാക്കോസിന് വിനയായത്. ആ പരാജയം വിജയമാക്കാനാണ് ഡീൻ കുര്യാക്കോസിനെ വീണ്ടും മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. ഇടുക്കിയുടെ പൾസറിയുന്ന PJ ജോസഫാണ് UDFന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ PJ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അണികൾ തീരുമാനിച്ചാൽ അത് UDFന് തിരിച്ചടിയാകും. അങ്ങേയറ്റം ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ മുൻപോട്ട് പോകുന്നത്. കാരണം എല്ലായിടത്തും ആവേശകരമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല. ഒന്നാമതായി കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ ചതിക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. മാത്രമല്ല, അന്ന് UDF പ്രഖ്യാപിച്ച കരട് വിജ്ഞാപനത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും കടന്നു പോകാൻ അവർക്കായിട്ടില്ല. ഇപ്പോൾ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഒന്നാമതായി പറയുന്നത്. രണ്ടാമത്, തകർന്നു പോയ കാർഷിക മേഖല, ഒരു പപ്പടം എടുത്ത് കയ്യിൽ വെച്ച് ഞെക്കി പൊട്ടിക്കുന്നത് പോലെ തകർന്നു പോയ കാർഷിക മേഖല പുനരുദ്ധരിക്കണം. മാത്രമല്ല, ഇതിനെല്ലാം ഉപരിയായി ജനവിരുദ്ധ നയങ്ങൾ, 2 സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അങ്ങേയറ്റം ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ദുസ്ഥിതി ജനങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയിലും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച സുതാര്യമായ സത്യസന്ധമായ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷ ഐക്യമുന്നണിയിൽ അർപ്പിക്കാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബോധ്യം. വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ എന്തിനാണ് അങ്ങനെ പരസ്യ പ്രചരണങ്ങളെ ആവശ്യം? വികസന പ്രവർത്തനങ്ങൾ തന്നെ ഒരു പരസ്യമല്ലേ? ഇപ്പോൾ ഈ കോടാനുകോടി രൂപ മുടക്കി പരസ്യ ബോർഡുകൾ സ്ഥാപിച്ച് നാട് മുഴുവൻ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു ഹിതപരിശോധനയാണ്. ജനങ്ങളിതെല്ലാം വിലയിരുത്തും. ഇപ്പോൾ കർഷകർ ആത്മഹത്യ ചെയ്തൊരു നാട്ടിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നത് റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിമാരെ പോലെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാം. മനുഷ്യനെ കൊന്നൊടുക്കുന്ന സർക്കാർ എന്നൊക്കെ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പ്രളയത്തിൻ്റെ കാര്യത്തിലാണ്. മനുഷ്യനിർമ്മിതമാണ് എന്നുള്ളത് വെറും ആക്ഷേപം മാത്രമല്ല, അത് യഥാർത്ഥമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത് വഴിയായി മനസ്സിലായിരിക്കുകയാണ്. കസ്തൂരിരംഗൻ കാർഡിറക്കി കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ ജോയ്സ് ജോർജിന് തന്നെയാണ് LDF ഇത്തവണയും സീറ്റ് നൽകിയിരിക്കുന്നത്. പ്രചരണത്തിൽ ജോയ്സ് ജോർജിനാണ് മുന്നേറ്റമെങ്കിലും കഴിഞ്ഞ തവണത്തേതുപോലെ കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന വിലയിരുത്തലുമുണ്ട്. വൈദികർ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന ഇടുക്കി രൂപതാധ്യക്ഷന്റെ സർക്കുലർ ഒരു പരിധിവരെ LDFനും ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കും തിരിച്ചടിയായിട്ടുണ്ട്. ഇടുക്കിയിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് തുണയാകുമെന്ന വിശ്വാസത്തിലാണ് ജോയ്സ് ജോർജ്. ഇടുക്കിക്കായി 4750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞെന്നാണ് ജോയ്സ് ജോർജ് അവകാശപ്പെടുന്നത്. ഇടുക്കിക്കായി സംസ്ഥാന സർക്കാർ 5000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചത് നേട്ടമാകുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രളയ പുനരധിവാസം, കർഷക ആത്മഹത്യ, കാർഷിക കടങ്ങളുടെ മൊറട്ടോറിയം എന്നീ വിഷയങ്ങളിൽ LDF പരുങ്ങലിലാണ്.
ഭരണകക്ഷിയുടെ MP എന്ന നിലയിൽ ഈ വിഷയങ്ങളിൽ ജോയ്സ് ജോർജിന് മറുപടി പറയേണ്ടി വരും. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യമാണുള്ളത്. 2014 LDFന് 3 MLA-മാരായിരുന്നു ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ 5 MLA-മാർ LDFൻ്റേതായി ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു MLA പോലും ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലില്ല. മാത്രവുമല്ല, കഴിഞ്ഞ 20 വർഷക്കാലം എടുത്താൽ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഒരു കോൺഗ്രസ് MP ഉണ്ടായിരുന്ന 5 വർഷക്കാലം മാത്രമാണ്. ബാക്കിയുള്ള കാലഘട്ടം മുഴുവൻ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് LDFൻ്റെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ളതാണ്. മറ്റൊന്ന്, ഈ കസ്തൂരിരംഗൻ വിഷയത്തിനകത്താണെങ്കിലും മറ്റ് ഭൂമി പ്രശ്നങ്ങളിലാണെങ്കിലും അതോടൊപ്പം തന്നെ കർഷകർ, റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വിലക്കുറയിടിവിന് കാരണമായ ആസിയാൻ കരാറുകളും മറ്റ് പ്രശ്നങ്ങളാണെങ്കിലുമൊക്കെ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ള UPA ഗവൺമെൻറ്റുകളും കോൺഗ്രസും എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളുള്ള വലിയ പ്രതിഷേധം ഇവിടുത്തെ ഇടത്തരക്കാരും സാധാരണക്കാരുമായ ആളുകളുടെ ഇടയിലുണ്ട്, കർഷക സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഗവൺമെൻറ്റും ഒക്കെയായുള്ള നല്ല ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ വികസന രംഗത്തുമൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MM മണി ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധി ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് റബ്ബർ, കുരുമുളക്, റബ്ബറിൻ്റെയൊക്കെ പ്രതിസന്ധി അത് പാർലമെൻറ്റിൽ നന്നായി ഉന്നയിക്കാൻ, അതോടൊപ്പം തന്നെ മറ്റ് ഏലവും കുരുമുളകും ഒക്കെ ഉൾപ്പെടുന്ന നാണ്യവിളകളുടെ വിഷയം ഉണ്ടാകുമ്പോൾ ഒക്കെ നല്ല തോതിലുള്ള ഇടപെടലുണ്ടാക്കാൻ സാധിച്ചു. വലിയ മഹാപ്രളയം ഉണ്ടായ സമയത്ത് ആ പ്രളയത്തിൻ്റെ ആ ദുരിതഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും സഹകരിപ്പിച്ചും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വലിയ പരിശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDA ആകട്ടെ ബിജു കൃഷ്ണൻ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. ശബരിമല വിഷയം ഇടുക്കിയിലും സർക്കാർ വിരുദ്ധ വികാരമാക്കി മാറ്റാമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു കൃഷ്ണനെയാണ് NDA ഇടുക്കിയിൽ പരീക്ഷിക്കുന്നത്. ആദ്യ മത്സരത്തിന്റെ അങ്കലാപ്പൊന്നും ബിജു കൃഷ്ണനില്ല. NDA പിന്തുണയോടുകൂടി വന്നിരിക്കുന്ന എനിക്ക് ഒരു ശക്തമായ മുന്നേറ്റം ഇതിനോടകം ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളിൽ ജനങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് എന്നതിന് തെളിവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഓരോ മേഖലയിലേക്കും കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരു ത്രികോണ മത്സരം ഇവിടെ സംജാതമാക്കുവാൻ NDAയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. വിജയം സുനിശ്ചിതമാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ ലക്ഷക്കണക്കിനായിട്ടുള്ള ഗുണഭോക്താക്കൾ ഈ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് നിലവിലുണ്ട്. അവയെല്ലാം വോട്ടായി മാറാവുന്നതാണ്. അതോടൊപ്പം തന്നെ ശബരിമലയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കി മണ്ഡലത്തിൽ നിന്നും ലക്ഷക്കണക്കിനായിട്ടുള്ള തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഓരോ മണ്ഡലകാലത്തും എത്തിച്ചേരുന്നുണ്ട്. ഈ വിശ്വാസികളോട് ഇടതുപക്ഷ ഗവൺമെൻറ് കാണിച്ച ക്രൂരമായ നടപടികളിൽ വളരെയധികം വേദന അനുഭവിക്കുന്ന ആളുകളാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ. സർക്കാർ ഇവിടെ വിശ്വാസികളുടെ വിശ്വാസങ്ങളെയെല്ലാം ചവിട്ടിമെതിക്കുന്ന തരത്തിലുള്ള നടപടികൾ നടത്തുകയുണ്ടായതിൽ ശക്തമായ പ്രതിഷേധം ഇടത് ഗവൺമെൻറ്റിനോടുണ്ട്. ആ പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും. അത് വോട്ടുകളായി മാറുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50,542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തിയത്. 2009 തെരഞ്ഞെടുപ്പിൽ 74,796 വോട്ടുകൾക്ക് PT തോമസ് ജയിച്ചിടത്തായിരുന്നു ജോയ്സ് ജോർജ് അട്ടിമറി വിജയം നേടിയത്. PT തോമസ് മത്സരിക്കുമ്പോൾ LDFിലായിരുന്ന PJ ജോസഫ് UDFിൽ എത്തിയ ശേഷമായിരുന്നു ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്.